നമസ്കാരം കൂട്ടുകാരെ, 2020 പുറത്തിറങ്ങിയ സൗത്ത് കൊറിയൻ ചലച്ചിത്രം ദ പ്രിസണറുടെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ഷിൻസേഡോ എന്ന് പേരുള്ള ഒരു മുൻകാല ഡിറ്റക്റ്റീവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഷിൻസേഡോ അന്നൊരാളെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ അയാളെ ഷിൻസേഡോ പിടികൂടി അയാളോട് എന്തൊക്കെയോ ചോദ്യം ചെയ്തു. പിന്നെ വൈകിയില്ല, ഷിൻസേഡോ അയാളെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. അധികം വൈകാതെ കൊലക്കുറ്റത്തിന്റെ പേരിൽ ഷിൻസേഡോ ജയിലിലേക്ക് എത്തപ്പെടുകയാണ്. 5 കൊല്ലത്തെ തടവ് ശിക്ഷയായിരുന്നു ഷിൻസേഡോയ്ക്ക് വിധിക്കപ്പെട്ടത്. ജയിലിലെത്തിയ ഷിൻസേഡോയെ വരവേൽപ്പെന്ന രീതിയിൽ തന്നെ അവിടുത്തെ ഗാർഡുകൾ കണക്കിന് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഷിൻസേഡോ എത്തിപ്പെട്ടത് സൗത്ത് കൊറിയയിലെ തന്നെ ഏറ്റവും ക്രൂരത നിറഞ്ഞ ക്രിമിനലുകൾ പാർപ്പിക്കപ്പെട്ടിരിക്കുന്ന കൊടൂരമായ കാര്യങ്ങൾ അരങ്ങേറുന്ന ഒരു ജയിലിലേക്കായിരുന്നു. അഴിമതിക്കും മറ്റും ഏറെ പേരുകേട്ട ജയിൽ കൂടിയാണത്. പുറം ലോകത്തിന് അറിയില്ലെങ്കിലും ആ ജയിലിനകത്ത് പലതരത്തിലുള്ള കാര്യങ്ങളും അരങ്ങേറുന്നുണ്ടായിരുന്നു. പ്രസന്റ് ഡയറക്ടറാണ് ഒക്കത്തിനും ചുക്കാൻ പിടിക്കുന്നതും. വളരെ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ജയിലിനകത്ത് ഓറഞ്ച് യൂണിഫോമും, ചെറിയ ശിക്ഷാ കാലാവധിയുള്ള ചെറിയ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള വിചാരണ തടവുകാരായിട്ടുള്ളവർക്കൊക്കെയും നീല യൂണിഫോമുമായിരുന്നു ഉണ്ടായിരുന്നത്. സേഡോയുടേത് നീല യൂണിഫോം ആയിരുന്നു. ജയിലിലെത്തിയതിന് പിന്നാലെ സേഡോ ജയിൽ നിരീക്ഷിച്ചു. ഓരോ ഇൻമേറ്റ്സിനെയും കൂടുതലായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഓരോരുത്തരുടെയും സ്വഭാവവും മറ്റും സേഡോ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. വൈകാതെ ആ ജയിലിനകത്ത് നടക്കുന്ന ഇല്ലീഗൽ ഫൈറ്റിംഗ് മാച്ചിനെ പറ്റി സേഡോ അന്വേഷിച്ചറിയുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഓറഞ്ച് യൂണിഫോമുള്ള ക്രൂരന്മാരായ പ്രതികൾക്ക് മാത്രമേ ആ മാച്ചിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ടൂർണമെന്റിൽ അംഗമാകുവാൻ സേഡോ ഓറഞ്ച് യൂണിഫോം ഇട്ട് ഒരു ഇൻമേറ്റിനെ തന്നെ മർദ്ദിക്കുകയാണ്. അതിന്റെ പേരിൽ സേഡോ മർദ്ദിക്കപ്പെട്ടെങ്കിലും ചീഫ് ഗാർഡ് സേഡോയെ MMA ടൂർണമെന്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു. കൂടുതൽ കാര്യങ്ങളും കൂടി വ്യക്തമാവുകയായിരുന്നു. ജയിലിനകത്ത് നടക്കുന്ന ആ ഫൈറ്റും ആ ടൂർണമെന്റുമൊക്കെ ഓൺലൈനിൽ നിയമപരമല്ലാത്ത വെബ്സൈറ്റുകൾ വഴി സ്ട്രീം ചെയ്യും. അതിൽ ബെറ്റ് വെക്കുവാനും അതിൽ പ്രദർശിപ്പിക്കുന്ന ആടുകൾ കാണുവാനുമൊക്കെ നിരവധി ആളുകളുണ്ടാകും. അത്തരത്തിൽ വലിയ വരുമാനവും ജയിൽ ഡയറക്ടർക്കും അവിടുത്തെ ഗാർഡുകൾക്കുമൊക്കെ വന്നു ചേരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു പുറം ലോകം അറിയാതെ അവരത്തരത്തിൽ ടൂർണമെന്റ് നടത്തിപ്പോന്നതും. പിന്നാലെ സേഡോ മുൻനിര ക്രിമിനലുകളുടെ ഭാഗത്തേക്ക് മാറ്റപ്പെടുകയാണ്. അവരായിരുന്നു ടൂർണമെന്റിൽ പ്രധാനമായും പങ്കാളികളായിരുന്നത്. തന്റെ റൂമിലേക്ക് എത്തുമ്പോൾ ടൂർണമെന്റ് എപ്പോഴും വിജയിക്കുന്ന ജയിലിലെ തന്നെ ഏറ്റവും കരുത്തനായ ടഫസ്റ്റായ ഇൻമേറ്റായ ലീ ഇൻക്യുയെപ്പറ്റി ഗാർഡ് അവനോട് പറഞ്ഞു. ജയിലിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് ഇൻക്യു നൊട്ടോറിയസ് ആയ ഒരു ഹിറ്റ്മാൻ ആയിരുന്നു. ഇൻക്യുയെപ്പറ്റി കേട്ടതും സേഡോ അയാളുടെ പേര് തിരിച്ചറിയുന്നുണ്ട്. മറുവശത്ത് പ്രസന്റ് ഡയറക്ടർ ആകട്ടെ ഇൻക്യുയെ തന്റെ ഓഫീസിലേക്ക് വിളിച്ച് ചായയൊക്കെ കൊടുക്കുകയായിരുന്നു. VIP പരിഗണനയായിരുന്നു ഇൻക്യുക്ക് ജയിലിലുണ്ടായിരുന്നത്. കാരണം തുടർച്ചയായി ചാമ്പ്യനാകുന്നത് ഇൻക്യു ആണല്ലോ. മാത്രമല്ല പ്രസന്റ് ഡയറക്ടറും മറ്റും ഇൻക്യുയെ വെച്ചിട്ടാണ് ബെറ്റ് വെച്ച് കൂടുതൽ പണം സമ്പാദിച്ചിട്ടുമുള്ളത്. അതിന്റെ ഫേവറുകളായിരുന്നു ഇൻക്യുക്ക് ലഭിച്ചുകൊണ്ടിരുന്നതും. അന്ന് ഡയറക്ടർ ഇൻക്യുയോട് സംസാരിക്കുമ്പോൾ പഴയ ലിസ്റ്റിൽ നിന്ന് ഒരാളെ മാറ്റി പുതിയൊരു ഇൻമേറ്റിനെ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഇൻക്യുയെ അറിയിച്ചു. ആര് വന്നാലും തനിക്കതൊന്നും വിഷയമല്ല എന്നായിരുന്നു ഇൻക്യുയുടെ ഭാവം. വൈകാതെ ഇൻക്യു തന്റെ റൂമിലേക്ക് തിരികെ വരികയാണ്. ഗാർഡിനോട് വരെ തനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാൻ ഇൻക്യു ഉത്തരവിടുന്നുണ്ട്. ജയിലിൽ ഇൻക്യുക്ക് എത്രത്തോളം പവറുണ്ട് എന്നത് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ജയിലിൽ ആരും തന്നെ ഇൻക്യുക്കെതിരെ ഒന്നും ശബ്ദിക്കുക പോലും ചെയ്യാറുണ്ടായിരുന്നില്ല. ആ സമയമാണ് ഇൻക്യുയുടെ പേര് വിളിച്ച് കളിയാക്കുന്നത് ഇൻക്യു കേൾക്കുന്നത്. ഇൻക്യുയുടെ റൂമിന്റെ വാതിലടയ്ക്കാത്തതുകൊണ്ട് ഇൻക്യു നേരെ പുറത്തേക്കിറങ്ങി ചെല്ലുകയാണ്. അലറി വിളിച്ചുകൊണ്ടിരുന്നത് സേഡോ ആയിരുന്നു. സേഡോയുടെ സെല്ലിന് മുമ്പിലേക്ക് ചെന്ന് ഇൻക്യു സേഡോയെ കളിയാക്കിക്കൊണ്ട് വട്ടുണ്ടെ മെന്റൽ ഹോസ്പിറ്റലിൽ പോടാ എന്ന് പറഞ്ഞു. പക്ഷേ സേഡോയുടെ ഉള്ളിൽ വലിയ കോപാഗ്നി തന്നെ ജ്വലിച്ചു നിൽക്കുന്നത് കാണാമായിരുന്നു. ഇൻക്യുയെ കണ്ടതും അവന്റെ ഉള്ളിലെ ദേഷ്യം അണപൊട്ടി വരാൻ തുടങ്ങി. എന്നിരുന്നാലും കഷ്ടപ്പെട്ട് സേഡോ അതൊക്കെ പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നു. അതിനൊരു കാരണമുണ്ട്. കഥ അവിടെ നിന്നും 5 കൊല്ലം മുമ്പിലേക്ക് പോകുന്നു. അന്നൊരു ദിവസം സേഡോ തന്റെ ഭാര്യ ടീഹിയുമായി സിറ്റി പാർക്കിൽ ഒരു ഡേറ്റിന് പോയതായിരുന്നു. ഒരു ഡ്രിങ്ക് വാങ്ങുവാൻ സേഡോ അടുത്തുള്ള ഷോപ്പിലേക്ക് പോയി. ഡ്രിങ്ക് വാങ്ങിക്കൊണ്ടിരിക്കെ ടീഹിയിൽ നിന്നൊരു മെസ്സേജ് സേഡോക്ക് വന്നു. താൻ പ്രഗ്നന്റ് ആണ് എന്ന സന്തോഷ വാർത്തയായിരുന്നു ടീഹി മെസ്സേജ് അയച്ചത്. സേഡോയുടെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. വേഗം ഡ്രിങ്കും വാങ്ങി സേഡോ അങ്ങോട്ടേക്ക് നടന്നെത്തുമ്പോൾ പാർക്കിന്റെ ഒരു ഭാഗത്ത് കുറച്ചാളുകൾ കൂടി നിൽക്കുന്നതും തന്നെ എതിരിട്ട് കടന്നുപോകുന്ന ഒരു വ്യക്തിയെയും അവൻ ശ്രദ്ധിച്ചു. അന്നവനെ എതിരിട്ട് കടന്നുപോയത് ഇൻക്യുയായിരുന്നു. പാർക്കിനുള്ളിൽ സേഡോയുടെ പ്രിയ പത്നി ടീഹി കൊല്ലപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അന്വേഷണത്തിനൊടുവിൽ തന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത് ഇൻക്യുയാണ് എന്ന് സേഡോ തിരിച്ചറിഞ്ഞു. ഇൻക്യു ജയിലിലാണുള്ളത് എന്ന് മനസ്സിലാക്കിയ സേഡോ ജയിലിൽ കടന്ന് ഇൻക്യുക്കെതിരെ പ്രതികാരം തീർക്കാനായിരുന്നു അങ്ങോട്ടേക്ക് വന്നെത്തിയത് പോലും. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ജയിലിനകത്ത് നടക്കുന്ന MMA ടൂർണമെന്റ് ആരംഭിക്കുവാൻ ഡയറക്ടർ
മുൻകൈയെടുക്കുകയാണ്. ആ മാസത്തെ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ഓരോ പോരാളികളെയും ഹെഡ് ഗാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ ആരംഭിച്ചു. ഗുണ്ടകളും അവയവ കടത്തുകാരും മുൻ ഗ്യാങ്സ്റ്റേഴ്സും സൈക്കോപാത്തുകളും സ്ട്രീറ്റ് ഫൈറ്റേഴ്സും അടങ്ങുന്ന വലിയൊരു നിര തന്നെയുണ്ടായിരുന്നു ജയിലിനകത്തെ MMA ഫൈറ്റിംഗ് മാച്ചിന്. കൂട്ടത്തിലെ അവസാനത്തെ പാർട്ടിസിപ്പന്റ് ആയിരുന്നു സേഡോ. ഇൻകിയുടെ അടുത്താണ് നിലവിൽ ചാമ്പ്യൻഷിപ്പ് ടൈറ്റിലുള്ളത്. ഇൻമേറ്റുകൾ പോരടിച്ച് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ സ്വന്തമാക്കാനാണ് ശ്രമിക്കുക. ടൂർണമെന്റിന്റെ സ്കെഡ്യൂൾ തയ്യാറായതും ഡയറക്ടർക്ക് ഹെഡ് ഗാർഡ് ആ സ്കെഡ്യൂൾ കൈമാറി. ആദ്യത്തെ മത്സരം ഹെഡ് ഗാർഡ് പ്ലാൻ ചെയ്തത് സേഡോയും ജയിലിനകത്തുള്ള മറ്റൊരു ടോപ്പ് ലെവൽ ഫൈറ്ററുമായിട്ടുമായിരുന്നു. സേഡോയ്ക്ക് എത്രത്തോളം കഴിവുണ്ട് എന്നത് അളക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ആ മാച്ച് സംഘടിപ്പിക്കപ്പെട്ടത്. ക്യാമറകളൊക്കെ സെറ്റ് ചെയ്യപ്പെട്ടതിന് പിന്നാലെ ജയിലിലെ ഏതെങ്കിലും ഭാഗത്തു വെച്ച് ഫൈറ്റ് അരങ്ങേറും. സ്ക്രീനിലും വിർച്വൽ റിയാലിറ്റി ഡിവൈസിലൂടെയുമാണ് ഫൈറ്റ് സ്ട്രീം ചെയ്യപ്പെടുക. ഡയറക്ടറും ഫൈറ്റ് കാണുന്ന പലരും പ്രധാനപ്പെട്ട ആളുകളുമൊക്കെ വിർച്വൽ റിയാലിറ്റിയിലൂടെ നേരിട്ട് നടക്കുന്ന പോലെ ഫൈറ്റ് നോക്കിക്കാണും. അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ത്രില്ല് തന്നെ വലുതാണ്. അതിൽ വലിയ തോതിൽ ബെറ്റിങ്ങുകളും നടക്കും. അന്നും അതുപോലെ തന്നെ ഫൈറ്റ് അരങ്ങേറുകയാണ്. സേഡോയും എതിരാളിയും ശക്തമായ ഫൈറ്റിലേർപ്പെട്ടു. എന്ന ലക്ഷ്യവുമായിട്ടാണല്ലോ സേഡോ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് പോലും. അതുകൊണ്ട് തന്നെ കൂടുതൽ കരുത്തോടെ സേഡോ ഫൈറ്റ് ചെയ്തു. വളരെ ക്രൂരമായി തന്റെ എതിരാളിയെ സേഡോ അടിച്ച് നിലംപരിശാക്കുകയാണ്. അതോടെ സേഡോയ്ക്ക് അടുത്ത സ്റ്റേജിലേക്ക് പ്രവേശനം ലഭിച്ചു. സേഡോയുടെ മേലായിരുന്നു ഡയറക്ടർ ബെറ്റ് വെച്ചിരുന്നത്. സേഡോയുടെ വിജയം ഡയറക്ടറെ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സന്തോഷിപ്പിച്ചു. സേഡോക്ക് വലിയ ഭാവിയുണ്ട് എന്നും ഡയറക്ടർ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. സേഡോയുടെ മാച്ച് കഴിഞ്ഞതും ഏറെ ത്രില്ലിലായിരുന്ന ഡയറക്ടർ അടുത്ത മാച്ച് ഉടനടി ആരംഭിക്കാനും തനിക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നും ഹെഡ് ഗാർഡിനോട് പറഞ്ഞു. അടുത്ത മാച്ചാകട്ടെ അവയവക്കടത്തുകാരനായ ലിമ്മും ഒരു ഗുണ്ടയും തമ്മിലായിരുന്നു. ഗുണ്ടയെപ്പോലെ ഫൈറ്റിംഗ് സ്കില്ലുകളൊന്നും ലിമ്മിനുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ അതുകൊണ്ട് ലിം തിരിച്ചടി നേരിട്ടെങ്കിലും ഒരു ഘട്ടത്തിൽ എതിരാളിയുടെ ഇമോഷൻസും മറ്റും കൈകാര്യം ചെയ്ത് ലിമ്മ് മേൽക്കൈ നേടിയെടുക്കുകയാണ്. ക്രൂരമായ ഫൈറ്റിനൊടുവിൽ ലിമ്മ് വിജയിക്കുകയുമുണ്ടായി. മറുവശത്ത് സേഡോ ആകട്ടെ വയറുവേദനയെടുത്ത് പൊളയുകയായിരുന്നു. കഴിഞ്ഞ ഫൈറ്റിൽ എതിരാളിയായ ടോപ്പ് ഫൈറ്ററിൽ നിന്നും വയറ്റിൽ ശക്തമായ പ്രഹരം സേഡോക്ക് ലഭിച്ചിരുന്നു. ശക്തമായ വേദന സഹിച്ച് കിടക്കുന്നതിനിടയിൽ സേഡോ തന്റെ ഭാര്യയെ ഹാലുസിനേറ്റ് ചെയ്തു. പ്രസന്റ് ഡയറക്ടറും ഹെഡ് ഗാർഡും വലിയ സന്തോഷത്തിലായിരുന്നു. കഴിഞ്ഞ മാച്ചിൽ സേഡോയെ വെച്ച് വലിയ തുകയാണ് അവർക്ക് വന്നു ചേർന്നത്. സേഡോ മികച്ച പോരാളിയാണെന്നും സേഡോയെ വെച്ച് കൂടുതൽ പണമുണ്ടാക്കാൻ സാധിക്കും എന്നും ഡയറക്ടർ പറയുന്നുമുണ്ട്. അതുകൊണ്ട് സേഡോയെ ഫുള്ളായും സപ്പോർട്ട് ചെയ്യാനും ഡയറക്ടർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സേഡോക്ക് വേണ്ട സൗകര്യങ്ങളും മെഡിക്കൽ ട്രീറ്റ്മെന്റുമടക്കം ഒക്കെ ചെയ്തു കൊടുക്കാൻ ഡയറക്ടർ ഹെഡ് ഗാർഡിനോട് നിർദ്ദേശിച്ചു. അതുകൊണ്ട് തന്നെ സേഡോയെ ചികിത്സിക്കുവാൻ ആശുപത്രിയിൽ നിന്ന് ഡോക്ടറെ പോലും അവർ വിളിച്ചു വരുത്തുന്നുണ്ട്. സേഡോ ബെറ്റർ ആയാലാണല്ലോ അടുത്ത ഫൈറ്റിലും സേഡോയ്ക്ക് മേൽക്കൈ നേടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടായിരുന്നു സേഡോയെ ചികിത്സയ്ക്കും മറ്റും വിധേയമാക്കിയത്. അടുത്ത ഫൈറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്റെ എതിരാളിയെ ഒന്ന് മീറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് സേഡോ ഹെഡ് ഗാർഡിനോട് ചോദിച്ചു. ആദ്യം ഗാർഡ് അത് നിരസിച്ചെങ്കിലും ഡയറക്ടർ പ്രധാനപ്പെട്ട പോരാളിയായി സേഡോയെ കണക്കിലെടുത്തിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് സേഡോ ഫൈറ്റ് ചെയ്യുന്ന എതിരാളിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവർ അനുവദിക്കുകയാണ്. സേഡോയുടെ അടുത്ത എതിരാളി ലിമ്മായിരുന്നു. സേഡോയും ലിമ്മും സംസാരിച്ചു. അടുത്ത മാച്ചിൽ ലിം സേഡോയ്ക്ക് വേണ്ടി തോറ്റുകൊടുക്കാമെന്നും അങ്ങനാണെങ്കിൽ പിന്നീട് നടക്കുന്ന മാച്ചിൽ ഇൻകിയെ പരാജയപ്പെടുത്തി കൊലപ്പെടുത്താൻ സേഡോയ്ക്ക് സാധിക്കും എന്നും ലിമ്മ് പറഞ്ഞു. പക്ഷെ അങ്ങനെ തോറ്റുകൊടുക്കണമെങ്കിൽ സേഡോ ലിമ്മിനൊരു ഉപകാരം ചെയ്യണം. ഇൻകിയെ പരാജയപ്പെടുത്തി സേഡോ പുറത്തു പോവുകയാണെങ്കിൽ ലിമ്മിന്റെ മകൾക്ക് ഒരു മെസ്സേജ് സേഡോ കൈമാറണം. സേഡോ അതിന് സമ്മതിച്ചു. പിന്നാലെയാണ് ഒരു കാര്യം കൂടി വ്യക്തമായത്. ലിമ്മിന് ക്യാൻസർ ആണത്രേ. അതുകൊണ്ട് ഇൻകിയെ പരാജയപ്പെടുത്താൻ തനിക്ക് സാധിക്കില്ല എന്ന് ലിമ്മിന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് സേഡോയ്ക്ക് വേണ്ടി തോറ്റുകൊടുക്കാൻ ലിം ആദ്യമേ തയ്യാറാകുന്നതും. അന്ന് രാത്രിയിൽ സേഡോ വീണ്ടും തന്റെ ഭാര്യയെ സ്വപ്നം കണ്ടു. പാർക്കിൽ വെച്ച് കണ്ടുമുട്ടുന്നതും ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നതുമായി. കെട്ടിപ്പിടിക്കുന്നത് യഥാർത്ഥമെന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു ഞെട്ടലിൽ സേഡോ ഉണർന്നു. സേഡോ അപ്പോൾ ചികിത്സയിലായിരുന്നു. ഡോക്ടറെ ആയിരുന്നു സേഡോ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നതും. അതുകൊണ്ട് തന്നെ സേഡോ പിന്മാറുകയാണ്. ഡോക്ടർ ചെറു ചിരിയോടെ സേഡോയോട് കാര്യങ്ങൾ തിരക്കി. അടുത്ത ദിവസം പ്രാക്ടീസ് ഒക്കെ ചെയ്ത് തന്റെ സ്ട്രെങ്ത് റീകവർ ചെയ്യാൻ സേഡോ ശ്രമിക്കുകയാണ്. ആ സമയം ഇൻകി അവിടെ ഉണ്ടായിരുന്നു. ഇൻകി സേഡോയെ ഡിസ്റ്റർബ് ചെയ്യാൻ ആരംഭിച്ചു. സേഡോയെ കളിയാക്കി രോഷം കൊള്ളിച്ച് സേഡോയെ കൊണ്ട് തന്നെ ഇടിപ്പിക്കുവാനും ഇൻകി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ സേഡോ ദേഷ്യം പിടിച്ചു വരുമ്പോഴേക്കും ലിം ഓടിയെത്തും. സേഡോയെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകും. സേഡോ പുറത്തു പോകണം, തന്റെ മെസ്സേജ് മകൾക്കടുത്തെത്തണം എന്ന് ലിം ഏറെ ആഗ്രഹിച്ചിരുന്നു. ജയിലിൽ ഓരോ തവണയും ഇൻകിയെ കാണും തോറും സേഡോയുടെ ഉള്ളിൽ
ഉള്ളിലെ പക കൂടിക്കൂടി വന്നു. പ്രതികാരം ചെയ്യൽ, അവനോടുള്ള പക ഒക്കെയും പിടിച്ചു നിർത്താൻ സേഡോ വല്ലാതെ കഷ്ടപ്പെടുന്നുമുണ്ടായിരുന്നു. ഏതാണ്ട് ഇതേ സമയത്തായിരുന്നു സേഡോ ആരാണെന്നുള്ള സത്യം ഇൻകിയും അറിയുന്നത്. തന്റെ പഴയ വിക്ടിംസിൽ ഒരാളുടെ ഹസ്ബൻഡാണ് സേഡോ എന്ന് ഇൻകി മനസ്സിലാക്കി. അതോടെ സേഡോയുടെ ഇമോഷൻസുമായി കളിക്കാനും സേഡോയെ പരാജയപ്പെടുത്താനും ഇൻകി വീണ്ടും ശ്രമിക്കാൻ തുടങ്ങുകയാണ്. സേഡോയെ തടയാൻ ശ്രമിക്കുമ്പോഴും പ്രതികാരം തീർക്കാനുള്ള ധൈര്യമൊന്നും സേഡോക്കില്ല എന്നൊരു ചിന്തയും ഇൻകിക്കുണ്ടായിരുന്നു. മത്സരം തുടങ്ങുന്നതിനു മുമ്പ് കണ്ടസ്റ്റന്റുകൾക്കൊക്കെ ഒരു ഹോട്ട് ബാത്തിനുള്ള അവസരം ഗാർഡുകൾ ഒരുക്കുകയാണ്. ജയിലിൽ നിന്നും ഒരു ഹോട്ട് ബാത്ത് കിട്ടുകയെന്ന് പറഞ്ഞാൽ അത്രമേൽ മികച്ച അവസരമാണല്ലോ. അത് കളയുവാൻ ഒരാളും ഒരുക്കമായിരുന്നില്ല. ഏവരും ഹോട്ട് ബാത്തിന് പോയി. പക്ഷെ അവിടെ വെച്ചും ഇൻകി മുന്നിട്ട് വന്ന് സേഡോയെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി. സേഡോയുടെ വൈഫിന്റെ മരണകാര്യമൊക്കെ പറഞ്ഞ് സേഡോയെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്തു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോ സേഡോ കൺട്രോൾ പോയി ഇൻകിയെ ആക്രമിക്കാൻ തുടങ്ങിയതുമായിരുന്നു. ഗാർഡുകൾ അത് ശ്രദ്ധിക്കുന്നുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സേഡോ പെട്ടെന്ന് പിന്മാറി. ടൂർണമെന്റിലല്ലാതെ പുറത്തു വെച്ച് ഫൈറ്റ് ചെയ്താൽ സേഡോ ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കപ്പെടും. അതോടെ ഇൻകിക്കെതിരെ പോരാടാനുള്ള അവസരം സേഡോക്ക് നഷ്ടപ്പെടുമായിരുന്നു. അടുത്ത ദിവസം ടൂർണമെന്റ് വീണ്ടും ആരംഭിക്കുകയായിരുന്നു. ആദ്യ മാച്ച് നടക്കാൻ പോകുന്നത് ഒരു സ്ട്രീറ്റ് ഫൈറ്ററും ഇൻകിയും തമ്മിലാണ്. ഡയറക്ടർ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ ഫൈറ്റ് കൂടുതൽ ഇന്റൻസ് ആയിരുന്നു. ആ ഫൈറ്റിന്റെ റിസൾട്ട് വന്നതും സേഡോയും ഇൻകിയും തമ്മിലുള്ള മാച്ച് നടന്നാൽ പ്രേക്ഷകർ അതിൽ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആകും എന്ന് ഡയറക്ടർ മനസ്സിലാക്കുന്നുമുണ്ട്. അങ്ങനൊരു മാച്ച് സംഭവിച്ചാൽ ഡയറക്ടർ ഇൻകിയുടെ മേൽ ബെറ്റ് വെക്കാനും ഉറച്ചു. കാര്യം ഇൻകിയെപ്പോലൊരു ശക്തനെ പരാജയപ്പെടുത്താൻ സേഡോക്ക് സാധിക്കില്ല എന്ന് ഡയറക്ടർക്ക് തോന്നിയിരുന്നു. വൈകാതെ അടുത്ത മാച്ച് തുടങ്ങി. ജയിലിലെ ക്രൂരന്മാരായ 2 ഇൻമേറ്റുകൾ തമ്മിലായിരുന്നു ആ മാച്ച് ഉണ്ടായിരുന്നത്. ഒരു ഗ്യാങ് ലീഡറും ഒരു സൈക്കോപാത്തും തമ്മിലായിരുന്നു മാച്ച് അരങ്ങേറിയത്. ശക്തമായ ഫൈറ്റിൽ ഗ്യാങ് ലീഡർ ആയിരുന്നു എപ്പോഴും മുന്നിട്ട് നിന്നത്. പക്ഷേ എതിരാളി സൈക്കോപാത്ത് ആയതുകൊണ്ട് തന്നെ ഗ്യാങ് ലീഡർക്ക് അയാളെ പരാജയപ്പെടുത്തൽ എളുപ്പമായിരുന്നില്ല. ശക്തമായ ഇടികിട്ടിയാലും സൈക്കോപാത്ത് ചിരിച്ചുകൊണ്ട് തിരിയും. ഒരു ഘട്ടത്തിൽ ഗ്യാങ് ലീഡറെ സൈക്കോപാത്ത് ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ്. അന്നത്തെ മാച്ചുകൾ കഴിഞ്ഞതും ഇൻകിക്കും ഡയറക്ടർക്കും പുറത്തു പോകുവാൻ ഗാർഡുകൾ വണ്ടി തയ്യാറാക്കി. കാര്യം ഇൻകി ഒരു തടവ് പുള്ളിയാണെങ്കിലും ഡയറക്ടർക്ക് ഒരുപാട് പണമുണ്ടാക്കി കൊടുത്തതുകൊണ്ട് തന്നെ ഇൻകിയും ഡയറക്ടറും തമ്മിൽ വലിയൊരു ബന്ധമുണ്ടായിരുന്നു. ആരും കാണാതെ ഇൻകിയെ പുറത്ത് റെസ്റ്റോറന്റിൽ കൊണ്ടുപോകുന്ന ഡയറക്ടർ സുരക്ഷിതമാക്കി തിരിച്ചെത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇൻകിക്കും ജയിൽ വിട്ട് പോകണമെന്നേ ഉണ്ടായിരുന്നില്ല. അന്ന് ഇൻകിക്കൊപ്പം പോകുമ്പോൾ സേഡോയുടെ ഭാര്യയുടെ മർഡറിന്റെ കാര്യം അവർ തമ്മിൽ ഡിസ്കഷനിൽ വന്നു. ഡയറക്ടറിൽ നിന്നും ആരാണ് സേഡോയുടെ ഭാര്യ എന്നുള്ള കാര്യവും ഇൻകി മനസ്സിലാക്കുകയാണ്. സേഡോയുടെ ഭാര്യയായ ടീഹി വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ കുറെ നിയമപരമല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അത് ടീഹി അപ്രതീക്ഷിതമാക്കി മനസ്സിലാക്കി. ടീഹി കമ്പനിക്കെതിരെ തിരിയുമെന്ന ഘട്ടം വന്നതോടെ ടീഹിയെ കൊലപ്പെടുത്താൻ ഇൻകി നിയോഗിക്കപ്പെടുകയായിരുന്നു. കമ്പനി ഓണറായിരുന്നു ആ കൊട്ടേഷൻ കൊടുത്തത്. മികച്ച ഹിറ്റ്മാനായിരുന്ന ഇൻകിയാകട്ടെ അത് നല്ല രീതിയിൽ നിറവേറ്റുകയും ചെയ്തു. ആ സമയം ടീഹി ഒരു ഭാര്യയാണെന്നോ പ്രഗ്നന്റ് ആണെന്നോ എന്നൊന്നും ഇൻകിക്ക് അറിയുകയും ചെയ്യില്ലായിരുന്നു. സേഡോയുടെ കാര്യമോർത്ത് ഇൻകിക്ക് സഹതാപമൊക്കെ ഉണ്ടെങ്കിലും അന്ന് ഇൻകിയുടെ മുമ്പിൽ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നുമില്ല. ഡിന്നറൊക്കെ കഴിഞ്ഞതും വൈകാതെ അടുത്ത ദിവസം വീണ്ടും മാച്ച് ആരംഭിക്കുകയാണ്. സെമി ഫൈനൽ സ്റ്റേജിലേക്ക് മാച്ച് കടന്നിരുന്നു. അവിടെ വെച്ച് ലിമ്മും സേഡോയും ഏറ്റുമുട്ടും. ഓൾറെഡി ലിമ്മും സേഡോയും ആവശ്യമുള്ള കാര്യങ്ങളിൽ തീർപ്പിലെത്തിയതാണല്ലോ. അതുകൊണ്ട് തന്നെ ലിമ്മ് കാര്യമായി മർദ്ദിക്കില്ല എന്നായിരുന്നു സേഡോ കരുതിയത്. പക്ഷെ ലിമ്മാകട്ടെ യഥാർത്ഥ ഫൈറ്ററെ പോലെ സേഡോക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ലിം അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന കണ്ടതും സേഡോ കുറച്ച് കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. എന്നിരുന്നാലും ആർക്കും സംശയം തോന്നാതിരിക്കാനാണ് അത്തരത്തിൽ ലിമ്മ പ്രവർത്തിക്കുന്നത് എന്ന് സേഡോ തിരിച്ചറിഞ്ഞിരുന്നു. സേഡോയും അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഫൈറ്റ് പോലെ ലിമ്മിനെതിരെയും ഫൈറ്റ് ചെയ്തു. ഒടുവിൽ ലിമ്മ പരാജയപ്പെട്ടു വീഴുകയാണ്. മറുവശത്ത് അതേസമയം മറ്റൊരു സെമി ഫൈനലും നടക്കുകയായിരുന്നു. ഇൻകിയും സൈക്കോപാത്തും തമ്മിലായിരുന്നു അത്. മാച്ചുകളുടെ തുടർച്ചയായി ഇൻകിയും സേഡോയും തമ്മിൽ ഫൈനൽ മാച്ച് സംഭവിക്കും എന്നേറെക്കുറെ വ്യക്തമാകുന്നുണ്ടായിരുന്നു. ഫൈനൽ മാച്ചിന് മുമ്പ് ഹെഡ് ഗാർഡും ഡയറക്ടറും ചേർന്ന് ബെറ്റിംഗ് എമൗണ്ട് വർദ്ധിപ്പിച്ചു. കാരണം ഏവരും സേഡോയെ പുതിയ ഹീറോവായി കാണുമെന്നും സേഡോക്ക് മേൽ ബെറ്റ് വെക്കും എന്നും അവർ കരുതിയിരുന്നു. പക്ഷേ ക്ലോസ് വാച്ച് ചെയ്തിരുന്ന ഡയറക്ടർക്കും അവിടെയുള്ള മറ്റുള്ളവർക്കും ഇൻകി വിജയിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. തങ്ങൾക്ക് ഒരുപാട് പണം വന്നു ചേരും എന്ന് ഡയറക്ടർ അതോടെ സന്തോഷിക്കുകയാണ്. ഫൈനൽ മാച്ചിന് മുമ്പ് ഫൈനൽ മാച്ചിൽ എത്തിപ്പെട്ട കണ്ടസ്റ്റന്റ്സിന് ബോഡി മസാജ് കൊടുക്കുവാനുള്ള ഏർപ്പാട് ഡയറക്ടർ അറേഞ്ച് ചെയ്തിരുന്നു.
വൈകാതെ ഫൈനൽ മാച്ചിനു വേണ്ടി ഉണ്ടാക്കിയ പുതിയ റൂളുകൾ ഗാർഡ് തന്നെ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. ഫൈനൽ മാച്ചിൽ ഇൻക്യുയെയും സേഡോയെയും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കും. അവർക്കുപയോഗിക്കാൻ കത്തികളും അവിടെ ഉണ്ടാകും. മാച്ച് വിജയിക്കുവാൻ എതിരാളിയുടെ കാലം മുഴുവനായും അവർ മുറിച്ചെടുക്കണം. അത്രമേൽ ക്രൂരമായൊരു ഫൈറ്റാണ് നടക്കാൻ പോകുന്നതെന്നുള്ളതുകൊണ്ടും ചിലപ്പോൾ ഒരാൾ മരണപ്പെട്ടേക്കാം എന്നുള്ളതുകൊണ്ടും മാച്ചിനു മുമ്പ് ഇരുവർക്കും സുഭിക്ഷമായ ഭക്ഷണം കൊടുത്തിരുന്നു. രുചികരമായ ആ ഭക്ഷണം കണ്ടതും എനിക്ക് വലിയ തോതിൽ അത് കഴിക്കാൻ തുടങ്ങി. സേഡോ ആകട്ടെ വല്ലാതെ ഡിസ്റ്റർബ്ഡുമായിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ സേഡോയെ പ്രൊവോക്ക് ചെയ്യുവാൻ എനിക്ക് വീണ്ടും ശ്രമിക്കുകയാണ്. ഒടുവിൽ സേഡോയുടെ കൺട്രോൾ തന്നെ നഷ്ടപ്പെട്ടിരുന്നു. സേഡോ ഇൻകെയെ കടന്നാക്രമിക്കാൻ തുടങ്ങി. ഉടനടി അവിടുണ്ടായിരുന്ന ഒരു ഗാർഡ് ഡയറക്ടറെ വിവരമറിയിക്കുകയാണ്. പക്ഷേ ഡയറക്ടർ ആ ഫൈറ്റ് തടസ്സപ്പെടുത്തേണ്ടെന്നും അത് അത്തരത്തിൽ തന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനും തീരുമാനിക്കുന്നു. ആ ഒരു ഫൈറ്റിനിടയിൽ ഇത് ജീവിതവും മരണവും സംബന്ധിക്കുന്ന ഫൈറ്റാണ് എന്ന് സേഡോ തിരിച്ചറിയുകയും പറയുകയും ചെയ്തിരുന്നു. ഇൻകിയെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ അത്രമേൽ കലിപ്പിലായിരുന്നു സേഡോ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ശക്തമായ ഫൈറ്റ് തന്നെ നടന്നു. ഇൻകിയെ ഇടിച്ചു വീഴ്ത്തിയ സേഡോ മത്സരത്തിലുള്ള പോലെ ഇൻകിയുടെ കാലുപോലും മുറിച്ച് അവനെ പാരലൈസ്ഡ് ആക്കി. നിയമപ്രകാരം സേഡോ വിജയിച്ചതുകൊണ്ട് സേഡോ വിജയിയായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. അല്പം മടിയോടിയെങ്കിലും വിജയിച്ച സേഡോയ്ക്ക് പുറത്തു പോകുവാൻ ജയിലിന്റെ ഗേറ്റിന്റെ താക്കോൽ ഡയറക്ടറും ഹെഡ് ഗാർഡും ചേർന്ന് കൈമാറി. ഇൻകി പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ ഡയറക്ടർക്കും ഇൻകിയുടെ മേൽ ബെറ്റ് വെച്ചിരുന്ന എല്ലാവർക്കും വലിയ നഷ്ടം തന്നെ സംഭവിച്ചിരുന്നു. അവിടെ വെച്ച് മറ്റൊരു ഫ്ലാഷ് ബാക്ക് തെളിയുന്നു. കഥയുടെ തുടക്കത്തിൽ സേഡോ ഒരാളെ ഓടിച്ചിട്ട് കൊലപ്പെടുത്തിയിരുന്നല്ലോ. ടീഹിയുടെ കമ്പനി ഉടമയായിരുന്ന അയാളിൽ നിന്നുമായിരുന്നു ടീഹിയെ കൊന്നത് ഇൻകിയാണെന്നും ഇൻകി ജയിലിലാണുള്ളത് എന്നും സേഡോ മനസ്സിലാക്കുന്നത്. പിന്നാലെ ഒരു കാര്യം കൂടി കൂടുതൽ വ്യക്തമാകുന്നു. ജയിലിനകത്ത് സേഡോയെ സപ്പോർട്ട് ചെയ്ത് പലപ്പോഴും പ്രവർത്തിച്ച ഹെഡ് ഗാർഡ് സേഡോയുടെ യഥാർത്ഥ സഹോദരനായിരുന്നു. ജയിലിനകത്ത് സേഡോയുടെ പ്രതികാരത്തിന് സേഡോയുടെ സഹോദരൻ കൂട്ടുനിൽക്കുകയായിരുന്നു ചെയ്തത്. മാത്രമല്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ സേഡോയുടെ സഹായത്തോടെ സഹോദരൻ റെക്കോർഡ് ചെയ്തെടുക്കുകയും ചെയ്തിരുന്നു. അയാൾ അത് ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറി. അതോടെ ആ ജയിൽ ഡയറക്ടറും അയാളുടെ പ്രവൃത്തികളും പുറം ലോകത്തേക്ക് എത്തിപ്പെടുകയും അയാൾ തൽസ്ഥാനത്ത് നിന്ന് നീക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുകയുമാണ്. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബായ്.